നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ പോലുള്ള സോഷ്യൽ മീഡിയകൾ ഇനി വരും ദിവസങ്ങളിൽ ഫേസ്ബുക്കിലും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ട്രാൻസ്ഫോബിയ വളരെ കൂടുതൽ ഫേമസ് ആണ്. അതായത് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ അല്ലെങ്കിൽ ക്വീർ മനുഷ്യർ, ഈ മനുഷ്യരുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുകയും അവരെ മോക്ക് ചെയ്യുകയും അവരെ മാർജിനലൈസ് ചെയ്യാനുള്ളൊരു പ്രവണത കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സൊസൈറ്റിയിൽ വളരെ പ്രബലമായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ റീസെൻ്റ്ലി ഒരു മാത്സ് ടീച്ചർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് ചോദിച്ചത് ഈ LGBTQ കമ്മ്യൂണിറ്റീനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ എന്ന ഒരു ചോദ്യമാണ് ആ സ്റ്റുഡൻറ്റ് ചോദിച്ചത്. എൻ്റെ സ്റ്റുഡൻറ്റ് വളരെ ഡിമീനിങ് രീതിയിലാണ് ചോദിച്ചത്, വളരെ മോക്ക് ചെയ്യുന്ന രീതിയിലാണ് ചോദിച്ചത്. അതിനൊരു ബിഫിറ്റിംഗ് റിപ്ലൈ ആ ഒരു ടീച്ചർ നൽകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ട് കുരുപൊട്ടിയ നമ്മുടെ സ്ഥിരം എന്താ പറയുന്നത്, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ചാടി വീഴുന്ന അൺമാസ്കിങ് അനോമലീസ് ഇറങ്ങിയിട്ടുണ്ട്. ഇവരെ നമ്മൾ കാണുന്നത് ഇത്തരം വിഷയങ്ങളിലായിരിക്കും. ഇപ്പോൾ സൊസൈറ്റിയിൽ അവരുടെ ബുക്കിലുള്ള മൊറാലിറ്റി പറയുമ്പോൾ ഒരു റേസ്ഡ് ഐബ്രോസ് വരുമ്പോൾ അവർ അതിനെ തരണം ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയ ഒരു ഡിഫെൻസീവ് സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂർ മനുഷ്യരുടെ എക്സ്പീരിയൻസുകളെ നിരാകരിക്കുക, അവരെ അടിക്കാൻ വേണ്ടി നിൽക്കാം. അതാകുമ്പം എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോകുമല്ലോ. കാരണം ഈ എല്ലാവരും ഞങ്ങളെ അടിക്കാൻ വരുമ്പോൾ എന്നാൽ ഞങ്ങളും നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവരെ അടിക്കാം എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ. ആ സ്ട്രാറ്റജിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ടീച്ചർ പറഞ്ഞ കാര്യത്തിനെതിരെ ഭയങ്കര മാസ്സായിട്ട് ഈ ഒരു വ്യക്തി, അൺമാസ്കിങ് എത്തിയസിലെ വ്യക്തി ഒരു മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് മറുപടിയൊക്കെ നോക്കാം. ഭയങ്കര കോമഡിക്കായിട്ടുള്ള മറുപടികളൊക്കെയാണ് അയാൾ പറയുന്നത്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. നമ്മൾ എന്തിനാണ് അതിനെ എതിർക്കാൻ പോകുന്നത്? നമ്മളങ്ങനെ എതിർക്കാൻ പാടില്ല, നമ്മളതിനെ സപ്പോർട്ട് ചെയ്യണം. കാരണം ലീഗലി ഇന്ത്യയിൽ അത് ഓക്കെയാണ്, ഭരണഘടനാപരമായിട്ട് ഓക്കെയാണെന്നൊക്കെയാണ് സാർ പറയുന്നത്. സാറേ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾക്ക് മദ്യപിക്കാൻ പാടില്ല എന്ന് ഭരണഘടന ഇല്ല, മദ്യപിക്കാം, നിങ്ങൾക്ക് ഭരണഘടനാപരമായി ലീഗലി മദ്യപിക്കാൻ ഓക്കെയാണ്. വ്യഭിചരിക്കാം, രണ്ടുപേര് തമ്മിൽ സെക്സ് ചെയ്യാം, കൺസെന്റ് ഉണ്ടെങ്കിൽ സെക്സ് ചെയ്യാം, ഇത് ഭരണഘടന നൽകുന്ന അവകാശമാണ് അല്ലേ? എന്നാൽ ഇത് ലീഗലി ഓക്കെയാണ് എന്നുള്ളതുകൊണ്ട് മോറലിയും അത് ഓക്കെയാണെന്ന് പറയാൻ പറ്റുമോ? മദ്യപിക്കുന്നതിലും രണ്ടുപേര് കൺസെൻറ്റോടുകൂടി സെക്സ് ചെയ്യുന്നതിലും എന്താണ് മോറലി ഓക്കെ അല്ലാത്തതെന്ന് എനിക്കറിയില്ല. അതെന്ത് തിയറി വെച്ചിട്ടാണ് മോറലി ഓക്കെ ആവാത്തത്? ലൈക്ക് ഇതിനെക്കുറിച്ച് പഠിച്ച് വിവരമുള്ള, എത്തിക്സിനെ കുറിച്ച് പഠിച്ച് വിവരമുള്ള ആളുകളൊന്നും ഇത് ഇമ്മോറലാണെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വല്ലതും പറയുന്നെങ്കിൽ കേട്ടാക്കൊള്ളാം. ഇപ്പം ഇത് അൺഹെൽത്തി ആണെന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് ഈ മദ്യപാനം അൺഹെൽത്തിയാണ്, പക്ഷെ മദ്യപാനം ഇമ്മോറലാണ് എന്ന് പറയാൻ യാതൊരു റീസണും ഇല്ല. സോ അറ്റ്ലീസ്റ്റ് ഇയാൾ എടുത്ത മദ്യപാനം അതും ഒരു ബാഡ് കമ്പാരിസൺ ആയി. അത് ലീഗലി ഓക്കെ ആണ്, അതിൽ മോറലിയും പ്രശ്നമൊന്നുമില്ല. രണ്ടുപേര് തമ്മിൽ കൺസെൻറ്റോടുകൂടി സെക്സ് ചെയ്യുന്നത് മോറലി ദർ ഇസ് നോ പ്രോബ്ലം അൺലെസ് നമ്മൾ വേറൊരാളെ അത് ചീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ചില പാരാമീറ്റേഴ്സ് നമ്മൾ നോക്കാറുണ്ട്. ബട്ട് ആസ് ലോങ് ആസ് ദി അഫക്റ്റഡ് പാർട്ടീസ് ഹാവ് ദി കൺസെൻറ്റ്, ഇറ്റ്സ് നോട്ട് ഇമ്മോറൽ. അതിന് ഇമ്മോറൽ ആണെന്ന് പറയുകയാണെങ്കിൽ എന്തും തിയറി പ്രോസസ്സിലാണ് അത് ഇമ്മോറൽ ആണെന്ന് പറയണമല്ലോ, വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ. നിങ്ങളുടെ തിയറി എന്താണ് ഇത് ഇമ്മോറലാണെന്ന് പറയാനുള്ളത്? ഇപ്പം 6-ാം നൂറ്റാണ്ടിലെ ബുക്കാണെങ്കിൽ കൈവച്ചാൽ മതി. പക്ഷേ സാറ് ക്ലാസ്സിൽ വന്നിട്ട് കുട്ടിയോട് നിങ്ങൾ മദ്യപിച്ചോളൂ, അതിനെന്താ ഒരു കുഴപ്പമില്ല, ലീഗലി ഓക്കെയാണ്, നിങ്ങൾ വ്യഭിചരിച്ചോളൂ, നിങ്ങൾ സെക്സ് ചെയ്തോളൂ, പരസ്പരം കൺസെന്റ് എടുത്തിട്ട് സെക്സ് ചെയ്യണ മക്കളെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും? പ്രത്യേകിച്ചൊന്നും ഉണ്ടാകത്തില്ല, പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്നുള്ള ആധുനിക രാജ്യങ്ങളൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. കൺസെൻറ്റോടുകൂടിയാണ് സെക്സ് ചെയ്യേണ്ടതെന്നൊക്കെ ചെയ്യുക. നിങ്ങളിപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെയാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതെങ്കിൽ അവിടെ ഇതൊക്കെ പഠിപ്പിക്കുന്നത്. കേരളത്തിലും വരുന്നുണ്ട്. കേരളം അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ഒരു തേർഡ് വേൾഡ് കൺട്രി ചിലപ്പോൾ ഇതൊക്കെ വരാൻ കുറച്ച് സ്ലോ ആയിരിക്കും. ബട്ട് കേരളത്തിലും ഇന്നിപ്പോൾ ഒരു നോർമൽ കാര്യമാണ്. ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ്. എന്താണ് ഈ വ്യക്തിയുടെ പ്രശ്നം എന്ന് മനസ്സിലാകുന്നത്? ഈ വ്യക്തിക്ക് ഉള്ളിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഇറക്കണം. അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും ആളുകളോട് ചോദിക്കാം. ഓക്കെ, എന്തായിരിക്കും, വാട്ട് വിൽ ഹാപ്പൻ? ലൈക്ക് കുട്ടികളോട് നിങ്ങൾ പോയി പറയുകയാണ്, ഓക്കെ നിങ്ങൾക്ക് മദ്യപാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആകുമ്പോൾ ലിമിറ്റിനുള്ളിൽ ഇതാണ് അതിൻ്റെ ഹെൽത്ത് പ്രശ്നങ്ങൾ ഇതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്സ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏർപ്പെടണമെങ്കിൽ അവിടെ കൺസെൻറ്റിങ്ങിനുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അത് നിങ്ങൾ നോക്കണം എന്ന് കുട്ടികളോട് പറയുന്നതുകൊണ്ട് എന്താണ് തെറ്റ് എന്നെനിക്കറിയില്ല. എന്താണ് കുട്ടികളോട് പറയുന്നത് തെറ്റ്? ഇത് പറയാതിരിക്കുമ്പോഴാണ് കുട്ടികൾ ആക്ച്വലി വളരെ അൺഹെൽത്തി വേ ആയിട്ടും ഇതെന്തോ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യങ്ങളാണെന്നും അപ്പോൾ കൃത്യമായ ഇൻഫർമേഷൻ ഇല്ലാതെ ഇതിൽ പോയി ഏർപ്പെടുകയും പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പോയി ചാടുകയും ചെയ്യുന്നത്. ഇത് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് പേരൻസ്, ടീച്ചേഴ്സ്, സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സമൂഹത്തിൽ വളർന്ന കുട്ടികൾ ഹെൽത്തി ആയിരിക്കും. ദേ വിൽ ബി ഹാപ്പി. അത് ക്ലാസ്സിൽ മാത്സിന്റെ ക്ലാസ്സിലല്ല പഠിപ്പിക്കേണ്ടത് അല്ലേ? സാർ ക്ലാസ്സിൽ മാത്സ് ആണ് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ LGBTQIA+ അത് ലീഗലി ഓക്കെയാണ്, പക്ഷേ അത് മോറലി അത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ അടക്കമുള്ള ഒരു സൊസൈറ്റിയിൽ അങ്ങനെ ഒരു പൊതു ക്ലാസ്സിൽ വന്ന് സൈലത്തിലെ കുട്ടികളോട് നിങ്ങൾ പറയേണ്ട കാര്യമല്ല. അങ്ങനെ LGBTQ മോറലി ശരിയല്ല എന്ന് വിശ്വസിക്കുന്നത് ട്രാൻസ്ഫോബിയാണ്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള വിശ്വസിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ജാതി വിരുദ്ധത, എല്ലാ ജാതിയിലുള്ള മനുഷ്യരെ നമ്മൾ ഉൾക്കൊള്ളണം എന്ന് ആണ് നമ്മൾ ഒരു പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഒരാൾ വന്ന് പറയുകയാണ് അങ്ങനെ പറയാൻ പാടില്ല, ജാതി എന്നത് നല്ലൊരു കാര്യമാണ്, താഴ്ന്ന ജാതിക്കാരെ മാറ്റി നിർത്തണം, താഴ്ന്ന ജാതി പിറക്കുക എന്നത് ഇമ്മോറലാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അപ്പോൾ അവരുടെ വിശ്വാസങ്ങളെ നമ്മൾ മാനിക്കണം. അങ്ങനെയൊന്നുമില്ല. മനുഷ്യാവകാശമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്.
മനുഷ്യാവകാശത്തിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും മോറൽ വിശ്വാസങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ പുല്ലുവിലയാണ്. ആ വിശ്വാസങ്ങൾക്ക് വില കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആ വിശ്വാസത്തെക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മനുഷ്യാവകാശങ്ങൾക്കാണ്. ഇപ്പോൾ ഇവിടെ LGBTQ ആളുകളുടെ അവകാശങ്ങളും അവരുടെ ഐഡൻറ്റിറ്റിക്കുമാണ് നിങ്ങളുടെ മോറൽ വിശ്വാസങ്ങളെക്കാട്ടിലും ഉയർന്ന വില കൊടുക്കേണ്ടത്. നിങ്ങളുടെ വിശ്വാസം ഇവരുടെ അവകാശങ്ങൾക്ക് ഹനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിശ്വാസങ്ങൾക്കല്ല വില കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾ വിശ്വാസം കൈവച്ചോളൂ. പക്ഷേ സ്കൂളുകളിലും ക്ലാസ്സുകളിലും എല്ലാ മനുഷ്യരും തുല്യരാണെന്നും ജെൻഡർ ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടെന്നും അവരും മറ്റ് മനുഷ്യരുടെ അത്രയും തന്നെ തുല്യ അവകാശങ്ങളും റെസ്പെക്റ്റും ഡിഗ്നിറ്റിയും അർഹതയുള്ള മനുഷ്യരാണ് എന്നാണ് പഠിപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് മാത്സ് പഠിപ്പിക്കാം, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ആശയങ്ങൾ അതിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അയാൾ മാത്സ് അല്ലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അയാൾക്ക് വന്ന ചോദ്യം അയാൾ ഉത്തരം കൊടുത്തു എന്നേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിന് ഉത്തരം കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അത് എത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന മാഷുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്ന മനുഷ്യർ ഇന്നുണ്ടാവത്തില്ലായിരുന്നു. ആക്ച്വലി നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നം ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഇത്ര നല്ല മനോഹരമായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കുന്ന മാഷന്മാർ നമ്മുടെ സമൂഹത്തിൽ ഇല്ലായിരുന്നു. അപ്പം ഇവിടെ ആദർശ് എന്നുള്ള ആ വ്യക്തി ചെയ്തത് വളരെ കൃത്യമായ കാര്യമാണ്. ഇനിയും നമ്മുടെ സമൂഹത്തിൽ വേണ്ടത് ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ കൊടുക്കുന്ന മാഷുമാരുണ്ടായിരിക്കണം. ഇതിനൊക്കെ എതിർക്കുന്ന ആൾക്കാർ ട്രാൻസ്ഫോബിക്കാണ്, ഇവരെ കൊല്ലാൻ നടക്കുന്ന ആൾക്കാർ. സാറേ മദ്യപിക്കാൻ പാടില്ല, വിഭജിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മദ്യപിക്കരുത് എന്നാണ്. അല്ലാതെ മദ്യപിക്കുന്ന എല്ലാവരും കൊന്നുകളയുക, വിഭജിക്കുന്ന ആൾക്കാരൊക്കെ കൊന്നുകളയുക എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതിന്റെ അർത്ഥം അങ്ങനെയല്ല. മദ്യപിക്കരുത്, വിഭജിക്കരുത് എന്നാണ്. LGBT ഇതൊരു സ്ഥിരം ഡയലോഗുകൾ കേൾക്കാറുണ്ട്. നമ്മൾ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ജെൻഡർ ക്യൂർ ആയിട്ടുള്ള ആളുകളോ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ട്രാൻസ്ഫോബിയ അല്ല പറയുന്നത്. നിങ്ങളവരെ കൊല്ലാൻ പറഞ്ഞില്ലല്ലോ, ഏതാണ്ട് വലിയ ദയ പോലെ പറഞ്ഞത്. ഞങ്ങളവരെ കൊല്ലാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ ട്രാൻസ്ഫോബിയ, ഹോമോഫോബിയ അല്ലെങ്കിൽ ക്യൂർ ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊല്ലണം എന്നൊരു ഇൻറ്റൻഷനോടുകൂടി പറയണമെന്നില്ല. നിങ്ങളവരെ മാർജിനലൈസ് ചെയ്യുന്ന മൂവ്മെൻറ്റിൻ്റെ കൂടെ നിൽക്കുകയാണോ ഇല്ലയോ എന്നാണ്. അവർ മാർജിനലൈസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ സ്വത്വം നിഷേധിക്കപ്പെടുകയാണ്. ജെൻഡർ ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി സമൂഹം നിഷേധിക്കുകയാണ്. ആ നിഷേധത്തിലൂടെയാണ് അവർക്ക് അവകാശങ്ങളും അവരുടെ മാർജിനലൈസേഷനും അവരുടെ ഒപ്രഷനും ഒക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റിയിലാണ്. അപ്പോൾ ഞങ്ങളവരെ കൊല്ലാൻ പറയുന്നില്ലല്ലോ. നിങ്ങൾ പറയുന്ന അംഗീകരിക്കില്ല, നിങ്ങളുടെ ഐഡൻറ്റിറ്റി അംഗീകരിക്കില്ല, നിങ്ങൾ ചെയ്യുന്ന ഇമ്മോറലാണ് എന്നല്ലേ പറയുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു നിസ്സാരമായോ അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കമായ ഒരു വാദമല്ല. ഇവിടെ ഒരു ഹിപ്പോക്രസിയും കൂടെ ഉണ്ട്. ഇപ്പം ഇതേ വ്യക്തികൾ തന്നെ ഇപ്പോൾ ഒരു എക്സ് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിക വിമർശനം ചെയ്യുന്ന വ്യക്തി മുസ്ലിംസും ഇസ്ലാംസും രണ്ടാണ്, ഞങ്ങൾ മുസ്ലിം മനുഷ്യർക്കെതിരല്ല, ഞങ്ങൾ ഇസ്ലാമിനെയാണ് വിമർശിക്കുന്നത് പറയുമ്പോൾ ഇതേ മനുഷ്യർ തന്നെ ഒന്ന് പറയാറുണ്ട്, അതായത് ഇസ്ലാം വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് മുസ്ലിം, അപ്പോൾ ഇത് തമ്മിൽ വേർതിരിവൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ പറയാൻ പാടില്ല, ഇത് രണ്ടല്ല ഒന്നാണ് എന്നൊക്കെ വന്ന് ന്യായീകരിക്കുന്നതാണ് അതേ ആളുകൾ തന്നെ. പക്ഷേ ട്രാൻസ്ജെൻഡർ വിഷയം വരുമ്പോൾ ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് മനുഷ്യർക്ക് വിരുദ്ധമല്ല, അവരെ കൊല്ലാൻ നമ്മൾ പറഞ്ഞല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനിക സമൂഹത്തിലെ വിവേചനങ്ങൾ നടക്കുന്നത് അവരെ കൊല്ലണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി പറയണമെന്നില്ല. അവരുടെ അവകാശ ലംഘനത്തിന് നിൽക്കുന്ന എല്ലാ മൂവ്മെൻറ്റിനും ഉതകുന്ന രീതിയിലുള്ള വാദങ്ങൾ മുമ്പോട്ട് വയ്ക്കുക എന്നതാണ് ഈ വിവേചനത്തിനെ ശക്തപ്പെടുത്തുന്നത്. ഇപ്പം ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളുടെ ഒപ്രസീവ് ഫോഴ്സുകൾ അവർ നിലനിൽക്കുന്ന എന്ത് തരം വാദങ്ങളുടെ പുറത്താണ്? ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി നമ്മൾ അംഗീകരിക്കില്ല, ട്രാൻസ്ജെൻഡർ മനുഷ്യർ മെൻ്റൽ ഡിസോർഡറാണ്, ഇവർ എന്ത് പറയുന്നത് സമൂഹത്തിൽ നമ്മുടെ കൾച്ചർ നശിപ്പിക്കുകയാണ്, ഇവർ നമ്മുടെ കുട്ടികളെ അത് ചെയ്യുന്നവരാണ്. ഇങ്ങനെയുള്ള ഒരു പറ്റം അന്ധവിശ്വാസങ്ങളുടെ പുറത്താണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെതിരെയുള്ള വിവേചനം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വിവേചനത്തിന് വേണ്ടിയുള്ള വാദങ്ങളാണ്, ഇത് ഇമ്മോറലാണ്, ഇത് നമ്മൾ അംഗീകരിക്കില്ല, എന്നിട്ട് നിങ്ങൾ വന്ന് ഒരു ഉളുപ്പുമില്ലാതെ വന്ന് ന്യായീകരിക്കുകയാണ് ഞങ്ങൾ അവർക്കെതിരല്ലല്ലോ, ഇവർ ചെയ്യുന്നത് തെറ്റാണ് എന്നാണ് പറയുന്നത്. ട്രാൻസ്ജെൻഡർ വിഷയത്തിൽ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവർ നേരിടുന്ന പ്രശ്നം ഞങ്ങളുടെ ഐഡൻറ്റിറ്റി അംഗീകരിക്കുന്നതാണ്. ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ഒന്ന് അംഗീകരിക്കൂ എന്ന ഒരു അപേക്ഷ മാത്രമാണ് അവർ സമൂഹത്തോട് പറയുന്നത്. നിങ്ങൾ പറയുന്നത് അവരുടെ ഐഡൻറ്റിറ്റി അംഗീകരിക്കത്തില്ലെന്നാണ്. സോ നിങ്ങൾ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് വിരുദ്ധത തന്നെയാണ്. അത് നിങ്ങൾ ഷുഗർ കോട്ട് ചെയ്ത് ഞങ്ങൾ മനുഷ്യർക്ക് വിരുദ്ധമല്ല, ഞങ്ങൾ കൊല്ലാൻ പറയുന്നില്ലല്ലോ. കൊല്ലേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി നിഷേധിക്കുക എന്ന് പറയുന്നത് തന്നെ മനുഷ്യാവകാശ ലംഘനമാണ്. അപ്പോൾ മനുഷ്യാവകാശ ലംഘനത്തിന് കൂട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ജെൻഡറുമായി ബന്ധപ്പെട്ട് LGBTQIA+ ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും അതുപോലത്തെ സംവാദങ്ങൾ 5 ലക്ഷത്തിലധികം പേര് കണ്ടൊരു സംവാദം മലയാളത്തിലൂടെ നടന്നു. അതിൽ LGBTQനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ആ സപ്പോർട്ട് ചെയ്ത ശീതൽ ശ്യാം എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ്, അവർ കരിക്കുലം കമ്മിറ്റിയിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കുന്ന കമ്മിറ്റിയിൽ അംഗമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ആശയമുള്ള ഒരാൾ. അവർ ടെക്സ്റ്റ് ബുക്കിലേക്ക് അവരുടെ ആശയം കൊണ്ടുവന്നു. ആ ആശയം കൊണ്ടുവരുന്നു, അവർ ഞങ്ങളുടെ ആശയം ടെക്സ്റ്റ് ബുക്കിൽ അതുകൊണ്ട് ശരിയാണ്. എന്താ സാറേ ഈ സംവാദത്തെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. ഇതേ ടീം തന്നെ സംവാദ വെല്ലുവിളി നടത്തി നമ്മൾ സംവാദത്തിന് പോയി, അവസാനം അവിടുന്ന് മുങ്ങി, ഞങ്ങൾക്ക് സംവാദത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് മുങ്ങി, അവസാനം അവരവരുടെ ഒരു B ടീമിനെ ഇറക്കി, ആ B ടീമിലുള്ള വ്യക്തി ഇവിടെ വന്നിട്ട് ടേബിൾ തല്ലി പൊട്ടിച്ച് ഇസ്ലാമിൻ്റെ അതൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര കോമഡി ആയിട്ടുള്ള പല സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ സംവാദത്തിൻ്റെ കാര്യമൊന്നും ആരെയും ഓർമ്മിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ ചാനൽ കാണുന്ന ആളുകൾക്ക് ആ സംവാദത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടാണ്. പിന്നെ ഇതൊരു നല്ല കാര്യമാണ്. ഈ
LGBTQ ആക്ടിവിസ്റ്റുകൾ സോഷ്യൽ സയൻസ് കരിക്കുലത്തിലുണ്ടാവുക എന്നത് വളരെ ഒരു പ്രോഗ്രസീവ് മൂവ്മെൻറ്റ് തന്നെയാണ്. കാരണം അവരുടെ എക്സ്പീരിയൻസ് എന്താണ് എന്ന് സോഷ്യൽ സയൻസിലുണ്ടായിരിക്കണം. ഇത്ര നാളെങ്ങനെയായിരുന്നു, അവരുടെ എക്സ്പീരിയൻസ് ഡിനൈ ചെയ്തുകൊണ്ടുള്ള ഒരു സാമൂഹിക പെർസ്പെക്റ്റീവിലാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരും ഈ കരിക്കുലത്തിൽ വരുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് എന്താണ്, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ഇതൊക്കെ മനസ്സിലാക്കി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നല്ല കാര്യമാണ്. ഇതിലൊക്കെ നിങ്ങൾക്ക് കുരുപൊട്ടായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് ഒരു ആധുനിക സമൂഹത്തിൽ വരും. ഒരു മോഡേൺ സമൂഹം, അല്ലെങ്കിൽ നിങ്ങൾ ട്രംപ് പോലുള്ള ഏതെങ്കിലും മണ്ടന്മാരെ നിങ്ങൾ എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ എടുത്ത് കളയുമായിരിക്കും. പക്ഷേ ഒരു ആധുനിക സമൂഹത്തിൽ ഇതൊക്കെ വരേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് കേരളം ഒരു നല്ല സ്ഥലമാണെന്ന് പറയുന്നത്. സമൂഹത്തിൽ നടക്കുന്ന വിവേചനങ്ങളെ മനസ്സിലാക്കി അത് സ്ട്രക്ചറലിയും സിസ്റ്റമിക്കലിയും മാറ്റാൻ ശ്രമിക്കുന്ന ഒരു സമൂഹമാണ് കേരളം. അപ്പം ഇവിടെ LGBTQ ആക്ടിവിസ്റ്റുകൾ, ജെൻഡർ ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾ, സ്ത്രീകൾ, ദളിതർ, ഈവൻ മുസ്ലിങ്ങൾ, പല തരത്തിലുള്ള നമുക്ക് മുസ്ലിം വിവേചനമുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളുള്ള പല ആളുകൾ ഞങ്ങൾ നേരിടുന്ന വിവേചനം എന്താണെന്ന് മനസ്സിലാക്കി ആ വിവേചനത്തെ മാറ്റാൻ വേണ്ടി സാമൂഹിക ശാസ്ത്ര ടെക്സ്റ്റ് ബുക്കുകളിലും കരിക്കുലത്തിലും അവരുടേതായ ഇൻപുട്സ് കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ്. അതിൽ പ്രത്യേകിച്ച് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ആശയം എന്താണ് ജെൻഡർ, എങ്ങനെയാണ് ജെൻഡർ മനസ്സിലാക്കുക, എങ്ങനെയാണ് സെൽഫ് ഐഡന്റിഫിക്കേഷന്റെ മാനദണ്ഡം എന്താണ്, ഇതൊക്കെയുള്ള ശാസ്ത്രീയമായ അടിത്തറ എന്താണ്, നിങ്ങൾ പറയുന്ന ആശയങ്ങൾക്ക് ശാസ്ത്രീയമായി സയന്റിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു ബേസ് ഉണ്ടോ? എന്താണ് സയന്റിഫിക് ബേസിസ്, എന്ത് സയന്റിഫിക് ബേസിസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ജെൻഡറിന്? നിങ്ങൾ ഇത്രയും വീഡിയോ ചെയ്യേണ്ട സമയമില്ലല്ലോ. ജസ്റ്റ് യുണൈറ്റഡ് നേഷൻസിൻ്റെ പേജിൽ പോയിട്ട് ജെൻഡറിൻ്റെ ഒരു ഡെഫിനിഷനുണ്ട്. എന്താണ് ജെൻഡർ? ഇനി സെൽഫ് ഐഡൻറ്റിഫിക്കേഷനെ കുറിച്ചാണ് നിങ്ങൾക്ക് സംശയമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗൂഗിൾ സ്കോളറിൽ പോയിട്ട് സെൽഫ് ഐഡൻറ്റിഫിക്കേഷനെ കുറിച്ച് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വർക്കല്ലേ ഉള്ളൂ. നിങ്ങൾ ഈ വ്യക്തിയോട് എന്തിനാണ്, ഈ വ്യക്തി കൊച്ചു കുട്ടികളോടാണ് പറഞ്ഞത്, ഈ വ്യക്തിയുടെ സ്റ്റുഡൻസിനോടാണ് പറഞ്ഞത്. നിങ്ങൾ എനിക്ക് ഏറ്റവും വലിയ തമാശയായിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആ വ്യക്തി പറഞ്ഞ ബുക്കിൻ്റെ സോഴ്സിൻ്റെ സോഴ്സും ഒക്കെ പോയി ഇരുന്ന് കൊണ്ടുവന്നിരുന്ന് മണിക്കൂറുകളോളം ഇരുന്ന് വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ജെൻഡറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര തമാശയാണ്. എനിക്കാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഒരു ജെൻഡർ ഡെഫിനിഷൻ കിട്ടുമല്ലോ. ഞാനിപ്പോൾ ഗൂഗിൾ ടൈപ്പ് അടിക്കുമ്പോൾ തന്നെ എനിക്ക് ജെൻഡർ ഡെഫിനിഷൻ കിട്ടുന്നുണ്ട്. സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ എന്താണ് എന്നുള്ള സംഭവങ്ങൾ കിട്ടും. നിങ്ങൾക്ക് ഇതിൻ്റെ ശാസ്ത്രീയ അടിത്തറയാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ബയോളജിക്കൽ സെക്സിനപ്പുറമുള്ള ചില നോംസ്, പ്രാക്ടീസസ്, വാല്യൂസ്, ഈ വക കാര്യങ്ങൾ ബയോളജിക്കൽ സെക്സിന് ഉപരിയായിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് ജെൻഡർ. ആണ്, പെണ്ണ്, അല്ലെങ്കിൽ മൂന്നാം ലിംഗം എന്നോ, അല്ലെങ്കിൽ ചില സമൂഹത്തിൽ 2 ജെൻഡറെ കാണത്തുള്ളൂ, ചില സമൂഹത്തിൽ ജെൻഡർ ഡൈവേഴ്സ് ആയിട്ടുള്ള, അത് ഓരോ സൊസൈറ്റി പോലെ ഇരിക്കും. അപ്പോൾ ഓരോ സൊസൈറ്റിയിലും അവരുണ്ടാക്കുന്ന ജെൻഡർ സിസ്റ്റത്തിനനുസരിച്ചുള്ള വാല്യൂസ്, കൾച്ചേഴ്സ്, സംഭവങ്ങളുണ്ട് എന്നൊരു എംപിരിക്കൽ ഡേറ്റ കാണുമ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്, ഓക്കെ, ബയോളജിക്കൽ സെക്സ് എന്നതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു കാര്യം, ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചറലായിട്ട് ഇങ്ങനെ മാറുന്നൊരു സംഭവമാണ് എന്ന് ശാസ്ത്രീയ അടിത്തറയാണ്. അതാണ് അതിൻ്റെ ശാസ്ത്രീയ അടിത്തറ. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ദിസ് ആൻ ഒബ്സർവേഷൻ ദാറ്റ് ഇപ്പോൾ ഈ ഓരോ കൾച്ചറിലും ബയോളജിക്കൽ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട് ആളുകൾക്ക് കൊടുക്കുന്ന വാല്യൂസ്, എക്സ്പ്രഷൻ, ഐഡൻറ്റിറ്റി, ഇവയെല്ലാം വ്യത്യസ്തമാണ്. നോംസ് വേറെയാണ്, കൾച്ചേഴ്സ് വേറെയാണ്. ഇതാണ് ജെൻഡർ. ഇതിനെന്ത് ശാസ്ത്രീയ അടിത്തറയാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇപ്പോൾ മതങ്ങൾക്കുള്ള ശാസ്ത്രീയ അടിത്തറ എന്താണ്? മതങ്ങൾ സമൂഹത്തിൽ നിൽക്കുന്നു എന്നതാണ്. ഇപ്പോൾ ഹെട്രോസെക്ഷുവാലിറ്റിയുടെ ശാസ്ത്രീയ അടിത്തറ എന്താണ്? ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആളുകളുണ്ട് എന്നതാണ് ശാസ്ത്രീയ അടിത്തറ. അതായത് എതിർലിംഗത്തിലുള്ള ആളുകളുമായിട്ട് കാണുമ്പോൾ അട്രാക്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട് എന്നതാണ് അതിൻ്റെ ശാസ്ത്രീയ അടിത്തറ. ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളുണ്ട് എന്നതാണ് അതിൻ്റെ ശാസ്ത്രീയ അടിത്തറ. നിങ്ങൾക്ക് വേണ്ട ശാസ്ത്രീയ അടിത്തറ എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. അതായത് നിങ്ങൾക്ക് അതിൻ്റെ കോസിങ് ഫാക്ടർ എന്താണ് എന്ന് കിട്ടണം എന്നാണ്. അതായത് ഇപ്പം ഇതിൻ്റെ ഏത് ജീനാണ് അല്ലെങ്കിൽ ഏത് ഹോർമോണാണ് ഇതിനെ കോസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള വല്ല സംഭവമാണോ നിങ്ങൾക്ക് നോക്കുന്നത്? അത് ഒരു സമൂഹത്തിൽ അത് മോറലാണോ ഇമ്മോറലാണോ എന്ന ചർച്ചയ്ക്ക് അതിന് യാതൊരു പ്രസക്തിയില്ല. ഇപ്പം മനുഷ്യർ ഇടം കയ്യേറായിട്ടുള്ള മനുഷ്യരുണ്ട്, വലം കയ്യേറായിട്ടുള്ള മനുഷ്യരുണ്ട്. ഇപ്പോൾ ഇടം കയ്യേറായിട്ടുള്ള മനുഷ്യർ എന്തുകൊണ്ടുണ്ടാവുന്നു? ഇപ്പോൾ ഇടം കയ്യായ മനുഷ്യരുടെ ശാസ്ത്രീയ അടിത്തറ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പറഞ്ഞത് ഇടം കയ്യേറായിട്ടുള്ള മനുഷ്യരുണ്ട്, അവരെ സമൂഹത്തിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അപ്പം മനുഷ്യർ ഇടം കയ്യേറായിട്ട് ജീവിക്കുന്നു, അതുകൊണ്ട് അവരെ എടുത്തു കളയേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ ഇടം കയ്യേറായ മനുഷ്യരുടെ ജനിതക ഘടന എങ്ങനെയാണെന്ന് നമ്മൾ അറിയണം എന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ അതിന് പ്രത്യേകിച്ചൊരു ഉത്തരവൊന്നും ഇതുവരെ ശാസ്ത്രത്തിൽ കിട്ടിയിട്ടില്ല. അത് നമ്മളെ സമൂഹത്തിലെ മനുഷ്യരെ ഉൾക്കൊള്ളണോ വേണോ എന്നുള്ള ഒരു ചോദ്യത്തിന് അതിന് യാതൊരു പ്രാധാന്യവുമില്ല. നമുക്ക് പല തിയറീസ് ഉണ്ടായിരിക്കും. ഇടം കൈ ഇതുകൊണ്ട് ഉണ്ടാവുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ടായിരിക്കും, അന്ന കാരണങ്ങളൊക്കെ പല തിയറീസ് നമുക്ക് പ്രപ്പോസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ജെൻഡറിന് നമുക്ക് പല തിയറീസ് പ്രപ്പോസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ പ്രീനേറ്റൽ ഹോർമോൺ ഇങ്ങനെ ആകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ 5 കുട്ടികളുണ്ടാകുമ്പോൾ 6ാമത്തെ കുട്ടി ഹോമോസെക്ഷൽ ആകാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെയുള്ള പല തിയറീസ് നമുക്ക് വയ്ക്കുകയാണെങ്കിൽ, ബട്ട് അതൊക്കെ ഒരു കോസിങ് ആയിട്ട്, ഒരു ബയോളജിക്കലി നമുക്ക് ഈ ഫാക്ടറിനെ പഠിക്കാൻ പറ്റുമെന്നല്ല, അത് സമൂഹത്തിൽ ഈ മനുഷ്യരെ ഉൾക്കൊള്ളണോ വേണ്ടോ എന്നുള്ള ചർച്ചയിൽ ഇനി യാതൊരു പ്രസക്തിയില്ല. അവരെ ഉൾക്കൊള്ളുക എന്നത് മാത്രമാണ്. അല്ല, ഇനിയും സയൻറ്റിഫിക് ബേസ് ഉണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കുള്ളൂ എന്നാണെങ്കിൽ എനിക്കും അറിയാൻ താല്പര്യമുണ്ട്. ഇസ്ലാം മതത്തിൻ്റെ സയൻറ്റിഫിക് ബേസ് എന്താണ്, എന്നിട്ട് വേണം എനിക്കത് മോറലാണോ ഇമ്മോറലാണോ എന്ന് അറിയാൻ. പിന്നെ ഇസ്ലാം മതം എന്താണ്, സെൽഫ് ഐഡൻറ്റിഫിക്കേഷനാണോ വർക്ക് ചെയ്യുന്നത്, എനിക്കറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ ഒരാൾ സ്വയം പറയുന്നത് ഞാൻ ദൈവവിശ്വാസിയാണ്, ഞാൻ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കും എന്ന ഐഡൻറ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ ഷഹാദത്ത് കലിമ ചൊല്ലുന്നു എന്നുള്ള സെൽഫായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷനിലാണോ അയാൾ വർക്ക് ചെയ്യുന്നത്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ സയൻറ്റിഫിക് ബേസ് എന്താ
എങ്കിലേ ഞാൻ അംഗീകരിക്കത്തുള്ളൂ എന്നൊക്കെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇങ്ങനെ പഠിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ചുമ്മാ ഉള്ള ഉടായിപ്പ് വാദങ്ങളാണ്. ഇവരുടെ ഉള്ളിലുള്ള ട്രാൻസ്ഫോബിയ വെളി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ട്രാൻസ്ഫോബിയ എക്സ്പ്രസ് ചെയ്യാനുള്ള പല വഴികളിലൊന്നാണ് സയൻറ്റിഫിക് ബേസ് അന്വേഷിക്കുക. നിങ്ങൾക്ക് ഇവരെ എതിർക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ധാർമ്മിക തിയറി വെച്ചിട്ടാണ് ഇത് തെറ്റാണ് എന്ന് നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞു. നിങ്ങൾ ഇന്ന് അക്കാഡമിയിലുള്ള പ്രബലമായിട്ടുള്ള ഏതെങ്കിലും എത്തിക്കൽ തിയറി എടുക്കുക. എൻ്റെ കയ്യിലുള്ള 6-ാം നൂറ്റാണ്ട് ബുക്കോ 7-ാം നൂറ്റാണ്ട് ബുക്കോ അല്ല, പ്രഥമമായിട്ടുള്ള ഏതെങ്കിലും എത്തിക്കൽ തിയറി പറയുന്ന ബുക്കുകൾ എടുക്കുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്ടിലിറ്റേറിയനിസം എടുക്കാം, ഡിയൻറ്റോളജി എടുക്കാം, വെർച്വൽ എത്തിക്സോ ഏത് തിയറി എടുക്കാം. ആ തിയറി വെച്ചിട്ട് നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ പ്രിമിസസുകൾ എന്നാണ്, ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ഇത് അധാർമികമാണ് എന്നാണ്. അങ്ങനെ ഒരു തിയറി ഇല്ല, ഞാൻ എഴുതി തരാം. അങ്ങനെ ഒരു കൺക്ലൂഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതാണ് പ്രശ്നം. അതാണ് ഈ അക്കാഡമിയ ഈ LGBT പ്രോ ആവുന്നതെന്ന് വെച്ചാൽ ധാർമ്മികപരമായി ഇതിനെ എതിർക്കാൻ യാതൊരു റീസണും ഇല്ല. ഇനി നിങ്ങൾക്ക് എത്തിക്കൽ തിയറി ഒന്നും പോകണ്ട, അതൊക്കെ ഭയങ്കര കോംപ്ലക്സ് ഫിലോസഫിക്കൽ സംഭവമാണെങ്കിൽ ഇന്ന് ആധുനിക മനുഷ്യൻ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ മനുഷ്യാവകാശങ്ങളാണ്, ഹ്യൂമൻ റൈറ്റ്സ് ആണ്. എന്ത് ഹ്യൂമൻ റൈറ്റ് വയലേഷനാണ് ഉണ്ടാകുന്നത്? LGBT കമ്മ്യൂണിറ്റിയെ അംഗീകരിക്കുക എന്നുള്ളത് അംഗീകരിച്ചു എന്നതുകൊണ്ട് എന്ത് ഹ്യൂമൻ റൈറ്റ് വയലേഷനാണ് ഉണ്ടാകുന്നത്? ആക്ച്വലി ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ഉണ്ടാവാതിരിക്കാൻ ഇവർ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ, കാരണം ഇവരുടെ അവകാശങ്ങൾ അവിടെ ലംഘിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. ഇത് ആദർശ് എന്ന് പറഞ്ഞ ആ ഒരു ടീച്ചറിനെ വെച്ച് ഒരു മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം മാത്രമാണ്. അവരുടെ ട്രാൻസ്ഫോബിയ കൂടുതൽ പറയുക, പിന്നെ കൂടുതൽ ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരെ കുറച്ചും കൂടെ ഒക്കെ ഇങ്ങനെ ചൊറിയാൻ ഭയങ്കര രസമുണ്ട്. ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളെയും ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളെയും കളിയാക്കുകയും അവർക്ക് കിട്ടുന്ന അടി കണ്ടിട്ട് ചിരിക്കുക, രസിക്കുക, ഇങ്ങനൊരു സമൂഹമാണ്. അപ്പോൾ ആ സമൂഹത്തിൽ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കൾച്ചറിൻ്റെ ഭാഗമാകും. അതിനപ്പുറം ഈ വീഡിയോ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എന്നാണ് ചോദ്യം. ആ ചോദ്യം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ആൾക്കാർ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട് പറഞ്ഞാൽ അതെങ്ങനെയാണ് സാറേ ശരിയാകുക? അപ്പോൾ ആൾക്കാർ മനസ്സിലാക്കൂലേ, ആൾക്കാർ വിലയിരുത്തൂലേ സാറിനൊക്കെ? അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സിലല്ല ഇങ്ങനെ നിങ്ങളുടെ ആശയങ്ങൾ പറയുന്നത്, നിങ്ങളുടെ ഏരിയസിൽ നിങ്ങൾ പറഞ്ഞു, പക്ഷേ ക്ലാസ്സിൽ വന്നിട്ട് ഇങ്ങനെയുള്ള ആശയങ്ങൾ പഠിപ്പിക്കേണ്ട ഇടമല്ല. പൊതു ക്ലാസ്സിൽ അത് തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. പൊതു ക്ലാസ്സിൽ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പൊതു ക്ലാസ്സിൽ ഇങ്ങനെ പഠിപ്പിക്കാനുള്ള അധ്യാപകർ പണ്ടില്ലായിരുന്നു. അതാണ് ഭാവിയിലുള്ള സ്റ്റുഡൻസിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഹോപ്പ് വരുന്നത്. പണ്ട് ഉള്ള സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ചർച്ചയിലായിരുന്നു. പണ്ടുള്ള ടീച്ചേഴ്സ് ഇത്തരം കാര്യങ്ങൾ പറയാൻ അറിയില്ലായിരുന്നു. ക്ലാസ്സുകളിലാണ് ആക്ച്വലി ഈ നമ്മുടെ സമൂഹത്തിലുള്ള വിവേചനം തുടങ്ങുന്നത് സ്കൂളുകളിൽ നിന്നാണ്. സ്കൂളുകളിൽ നിന്നാണ് നമ്മൾ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും പലതരത്തിലുള്ള വിവേചനങ്ങളെ പറ്റിയും നമ്മൾ പഠിക്കാതിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളാണ്. മുസ്ലിം വിരുദ്ധതയും ജാതി വിരുദ്ധതയും ട്രാൻസ് വിരുദ്ധതയും ഈ സംഭവങ്ങളെല്ലാം നമ്മൾ സ്കൂളുകളിൽ പ്രകടിപ്പിക്കുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യുന്ന നല്ലൊരു ടീച്ചർ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ ഈ വ്യക്തി ഇങ്ങനൊരു ഇപ്പോൾ ഇനിയും ഇത്തരം ആദർശ പോലുള്ള ടീച്ചേഴ്സ് ഇനിയും സ്കൂളുകളിൽ നിറയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, ബൈ.